സർ ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ് സമൂഹത്തിൽ എന്ത് ചലനമുണ്ടാക്കാനാണ് സാധ്യത? അതുമല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ ഏത് നിലയിലാണ് സ്വാധീനം ചെലുത്തുക? ടി.ജി. മോഹൻദാസ് എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് കുഞ്ചൻ നമ്പ്യാർ, കുഞ്ഞുണ്ണി മാഷ്, ചെമ്മനം ചാക്കോ, ടി.ജി. മോഹൻദാസ്. ഇവര് നാലുപേരും ആക്ഷേപഹാസ്യത്തോടുകൂടി ഭരണകൂടങ്ങളെ വിമർശിച്ചവർ ആണ്. ആദ്യം ഇത് ആരംഭിച്ചു വെച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്, നമുക്കറിയാം, തുള്ളൽ കഥകളിലൂടെ. അതിനുശേഷം കുഞ്ഞുണ്ണി മാഷ് വന്നു, ചെറിയ ചെറിയ കവിതകളിലൂടെ നമ്മുടെ ഭരണകൂടത്തെയും സമൂഹത്തെയും അദ്ദേഹം വിമർശിച്ചു. അപ്പോൾ ചെമ്മനം ചാക്കോ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ നമ്മുടെ ബ്യൂറോക്രസിയെയും ഗവൺമെന്റിനെയും ഒക്കെ അതിനിശിതമായിട്ട് വിമർശിച്ചു. പക്ഷെ അവരെ ആരെയും അന്നത്തെ ഭരണകൂടം അറസ്റ്റ് ചെയ്തില്ല. ഇന്ന് അതേ പാതയിൽ ആക്ഷേപഹാസ്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം, സാമൂഹ്യ വിമർശനം നടത്തുന്ന ശ്രീ ടി.ജി. മോഹൻദാസിനെ ഭരണകൂടം അറസ്റ്റ് ചെയ്തു. നേരത്തെ പറഞ്ഞ മൂന്ന് പേരും ടി.ജി. മോഹൻദാസിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് ഭരണകൂടത്തെ വിമർശിച്ചത്. അത് കുഞ്ചൻ നമ്പ്യാരാണെങ്കിലും, കുഞ്ഞുണ്ണി മാഷാണെങ്കിലും, അല്ലെങ്കിൽ ചെമ്മനം ചാക്കോ ആണെങ്കിലും. പക്ഷെ അന്ന് അവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. പക്ഷെ അവരെക്കാൾ ലളിതമായ രീതിയിൽ സംസാരിച്ച ടി.ജി. മോഹൻദാസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിന്റെ കാരണം, നേരത്തെ പറഞ്ഞ മൂന്ന് പേരും പ്രവർത്തിച്ചിരുന്ന കാലത്ത്, വിമർശിച്ചിരുന്ന കാലത്ത് ഇവിടെ ഇസ്ലാമിക ശക്തികൾ രാഷ്ട്രീയം ഇത്രമാത്രം ആധികാരികമായി കൈയാളിയിരുന്നില്ല. ഇന്ന് ഇസ്ലാമിക സംഘടിത വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളും കേരള രാഷ്ട്രീയത്തെ കൈപ്പിടിയിൽ ഒതുക്കി ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്നുള്ള മട്ടിൽ LDF-നെയും UDF-നെയും ഒരുപോലെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ നിഘണ്ടുവിൽ വിമർശനം എന്നൊരു വാക്കില്ല, ഹാസ്യം, ആക്ഷേപഹാസ്യം എന്നിങ്ങനെ ഒരു വാക്കില്ല, തിരുവായ്ക്ക് എതിർവായില്ല. അതാണ് അവിടുത്തെ നിയമം. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യവും സഹിക്കാനോ അല്ലെങ്കിൽ ക്ഷമിക്കാനോ, അതല്ലെങ്കിൽ ഹാസ്യമാണ്, ആക്ഷേപഹാസ്യമാണ്, വിമർശനമാണ് എന്ന നിലയിൽ ഉൾക്കൊള്ളാനോ ഉള്ള കഴിവില്ല, മാനസിക വികാസമില്ല. അപ്പോൾ അവര് ഇയാൾ ഇങ്ങനെയൊക്കെ വിമർശിക്കുന്നു, ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അയാളെ സഹിക്കാൻ പറ്റുന്നില്ല, ഉടനെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ സംഘടിതമായ വോട്ട് ബാങ്കുള്ള സങ്കുചിതമായ മതതാൽപര്യങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു വിഭാഗത്തിനെ ഭയപ്പെട്ടുകൊണ്ട് ഭരിക്കുന്ന വലതുപക്ഷം, പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷം ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി അറസ്റ്റ് ചെയ്തു. ഏതായാലും ഇതുകൊണ്ട് ടി.ജി. മോഹൻദാസിന് ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ്. അദ്ദേഹം ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ, ഈ യൂട്യൂബ് ചാനലുകളിലൊക്കെ നിരന്തരമായി സംസാരിക്കുന്നയാളാണ്. ഇനിയിപ്പോ ടി.ജി. മോഹൻദാസിന് ഒരു എപ്പിസോഡിന് 1000 രൂപയോ 10,000 രൂപയോ വരെ കൊടുക്കേണ്ടി വരും. അദ്ദേഹത്തിന് അത്ര ഡിമാൻഡ് ഉയർന്നിട്ടുണ്ട്. കേരളത്തിന്റെ പൊതുസമൂഹം പറയാൻ ആഗ്രഹിക്കുകയും എന്നാൽ പേടി കൊണ്ട് മടിച്ച് പിന്മാറുകയും ചെയ്ത സത്യങ്ങളാണ് ടി.ജി. മോഹൻദാസ് നിർഭയം വിളിച്ചു പറഞ്ഞത്. മോഹൻദാസിനെതിരെ നിർദാക്ഷിണ്യം ഈ കേസ് എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മനസാക്ഷിയാണ് അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിന്റെ മനസാക്ഷിയുടെ ശബ്ദം അതായിരുന്നു ടി.ജി. മോഹൻദാസിന്റെ ശബ്ദം. ബാക്കിയുള്ളവർ പറയാൻ ഭയപ്പെട്ടത്, ചിന്തിക്കാൻ പോലും ഭയപ്പെട്ടത്, നിർഭയമായ ഈ വൃദ്ധൻ, അതും കൃശഗാത്രൻ, അദ്ദേഹം അതിഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ചാനലിൽ കൂടിയാണ് കടന്നു വന്ന് ആ ചാനലിലെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം വളരെ ഹിറ്റായി. അതിനുശേഷമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജനം ചാനലിലെ ഒരു പ്രോഗ്രാം ആയിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹം സോഷ്യൽ മീഡിയയിലെ അവിഭാജ്യ ഘടകമായി മാറി. അപ്പോൾ അതിന്റെ കാരണം ഇതാണ്, കേരളത്തിന്റെ മനസാക്ഷി എന്ത് പറയാൻ ആഗ്രഹിച്ചോ, പക്ഷെ അവര് ഭയപ്പെട്ടത്, അതുകൊണ്ട് പറയാതിരുന്നത്, പറയാൻ മടിച്ചത് നിർഭയമായി ശ്രീ ടി.ജി. മോഹൻദാസ് പറഞ്ഞു. ടി.ജി. മോഹൻദാസ് സംഘിയാണ്, RSS ആണെന്നൊക്കെ ആക്ഷേപിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ BJP ആണ്, സംഘപരിവാറാണ് എന്ന് ആക്ഷേപിക്കുന്നവരുണ്ട്. പക്ഷെ അദ്ദേഹം ആരെയും വെറുതെ വിട്ടില്ല. BJP-യെയും RSS-നെയും ഒക്കെ അദ്ദേഹം കൃത്യമായ രീതിയിൽ, നിശിതമായ രീതിയിൽ വിമർശിക്കേണ്ടടുത്ത് വിമർശിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. മാത്രമല്ല അദ്ദേഹം RSS സൈദ്ധാന്തികൻ അല്ലെങ്കിൽ BJP വക്താവ് എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് തെറ്റാണ്. കാരണം അദ്ദേഹം അതൊക്കെ പണ്ട് വഹിച്ചിരുന്ന പദവിയാണ്.
ഇപ്പോൾ അദ്ദേഹം സർവതന്ത്ര സ്വതന്ത്രനാണ്. ആ സ്വതന്ത്രത്തിൽ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതൊക്കെ വിളിച്ചു പറയുന്നത്. ഏതായാലും കേരളത്തിന്റെ ജനത അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ആ പ്രതികരണം വരുന്നുണ്ട്. ഒരു ഭരണകൂടത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ജനാധിപത്യ ഭരണകൂടം കൂടിയാണ് എങ്കിൽ. ഏകാധിപതിയാണെങ്കിൽ ആർക്കും തുറന്നങ്ങ് എതിർത്താൽ മതി. പക്ഷെ ജനാധിപത്യം അങ്ങനെയല്ലല്ലോ. അവിടെ തുറന്നുള്ള എതിർക്കൽ മാത്രമല്ല, തന്ത്രപരമായിട്ടുള്ള നിലപാടുകളും അതുപോലെ വിമർശനാത്മകമായ രീതിയെ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുകയും അങ്ങനെ മനസാക്ഷിയുടെ മൂർച്ച വളരെ ശക്തമായി സമൂഹത്തിൽ ആഴത്തിൽ പതിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് ടി.ജി. മോഹൻദാസ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയെ വെടിവെച്ചു കൊല്ലണം എന്ന് പറഞ്ഞ ആൾക്കാർ കേരളത്തിലുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ച് അങ്ങേയറ്റം അധിക്ഷേപാർഹമായ രീതിയിൽ എത്ര വലിയ ക്രിമിനൽ കേസ് എടുക്കാവുന്ന രീതിയിൽ പ്രതികരിച്ചവർ കേരളത്തിലുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. മാത്രമല്ല ബി ജെ പിക്ക് വോട്ട് ചെയ്ത 35 ലക്ഷം പേരെ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ ഒരു അധ്യാപികയുണ്ട്, കവിയാണ്. അപ്പോ അവരെ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. നിരവധി പേരുണ്ട്. നേരത്തെ കുറച്ചു നാൾ മുമ്പ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ക്രൈസ്തവ മതപ്രചാരകൻ അദ്ദേഹം ദേശീയ പതാകയെ ആക്ഷേപിച്ചുകൊണ്ട് ദേശീയ പതാകയുടെ പച്ച എന്താണ്, അല്ലെങ്കിൽ കാവി എന്താണ്, വെള്ള എന്താണ് എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് നടത്തിയ ഒരു വലിയ പ്രസംഗം വീഡിയോ വൈറലായി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. ദേശീയ പതാകയെ അവഹേളിച്ച വ്യക്തിയല്ലേ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. ഇവർക്കെതിരെ എന്താ കേസ് കൊടുക്കാത്തെന്ന് ആരെങ്കിലും ചോദിക്കരുത്. കാരണം കേസ് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പലർക്കെതിരെയും കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും കേസുണ്ട്. പക്ഷെ എന്തുകൊണ്ട് പോലീസ് അനങ്ങിയില്ല? എന്തുകൊണ്ട് പോലീസ് കേസെടുത്തില്ല? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അപ്പോൾ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ മോഹൻദാസിനേക്കാൾ അതീവ ഗുരുതരമായ രീതിയിൽ, അതിഭീകരമായ രീതിയിൽ സമൂഹത്തിൽ സാമൂഹ്യ വിദ്വേഷം പ്രചരിപ്പിക്കാവുന്ന, ആളിക്കത്തിക്കാവുന്ന തരത്തിൽ സംസാരിച്ചിട്ടുള്ള ആൾക്കാർക്കെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ശൈലി ആക്ഷേപഹാസ്യത്തിന്റെ ശൈലിയാണ്. പക്ഷെ മറ്റുള്ളവരുടെ ശൈലി അങ്ങനെ ആയിരുന്നില്ല. സാമൂഹ്യ വിമർശനവുമായിരുന്നില്ല. ഉറച്ച മതപരമായ നിലപാടുകളായിരുന്നു. അപ്പോൾ അവർക്കെതിരെ കേസെടുക്കാൻ സാധ്യമല്ല. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ, എണ്ണി പറയാവുന്ന എത്രയോ കാര്യങ്ങൾ. മലപ്പുറത്ത് നിന്ന് അല്ല, വയനാട് നിന്ന് ഒരു പയ്യൻ, ഇസ്ലാമിൽപ്പെട്ട ഒരു പയ്യൻ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തുകയും അവിടെ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്ത കാര്യം തന്നെ എടുത്താൽ എത്ര ഭീകരമാണ്. അപ്പോൾ അതിനൊന്നും പ്രതികരണമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ടി.ജി. മോഹൻദാസിനെ വിശുദ്ധനും മഹാനും പ്രശസ്തനും ആക്കി തീർക്കുന്ന ഒരു താൽക്കാലിക നടപടി മാത്രമാണ് ഇപ്പോൾ ഈ അറസ്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നത്. കോടതിയിലെത്തുമ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് എന്ന് അദ്ദേഹത്തിന്റെ എതിർഭാഗത്ത് നിൽക്കുന്ന വക്കീൽ വിശദീകരിക്കേണ്ടി വരുമ്പോൾ കോടതി തന്നെ വെറുതെ വിടാവുന്ന, നിരുപാധികം വെറുതെ വിടാവുന്ന ഒരു കാര്യം മാത്രമായി ഇത് മനസ്സിലാവും. ഇതിനെ ഒരൊക്കെ ആക്ഷേപഹാസ്യത്തെ ആക്രമണമാണ് എന്നും മതവിദ്വേഷമാണ് എന്നും രാജ്യവിരുദ്ധമാണ് എന്നും അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമാണ് എന്നും ഒക്കെ പല കേസുകളുടെ സെക്ഷനുകളും ഉൾപ്പെടുത്തി കേസെടുത്തു. ആദ്യം കേസെടുത്തപ്പോ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനുള്ള ഒരു വകുപ്പുമില്ല, ദുർബലമായ വകുപ്പുകളായിരുന്നു. അതുകൊണ്ട് സ്ത്രീ വിരുദ്ധം എന്നൊരു വാക്കും കൂടി കൂടിച്ചേർത്തിട്ടുണ്ട്, ഒരു സെക്ഷൻ കൂടി. പക്ഷെ ഓർക്കണം, ടി.ജി. മോഹൻദാസ് ഒരു അഡ്വക്കേറ്റ് ആണ്. സുബ്രഹ്മണ്യം സ്വാമിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ പല കേസുകളും നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഏതാണ്ട് സുബ്രഹ്മണ്യം സ്വാമിയുടെ സ്വഭാവമുള്ള ആളുമാണ്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന പൂരം ഒരുപക്ഷെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ടി.ജി. മോഹൻദാസിനെ പോലെ കേരള ചരിത്രത്തിൽ അറസ്റ്റ് ആസ്വദിച്ച ഒരു വ്യക്തി വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ കാഴ്ച വളരെ മനോഹരമായി. പോലീസ് ജീപ്പിൽ 2 പോലീസുകാരുടെ നടുക്ക് ചിരിച്ച് ഉല്ലസിച്ച് മറിഞ്ഞ് നിൽക്കുകയാണ് ടി.ജി. മോഹൻദാസ്. അദ്ദേഹം കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെയും കേരളത്തിന്റെ ബുദ്ധിജീവി സമൂഹത്തിന്റെയും കേരളത്തിന്റെ മനസാക്ഷിയെ മറച്ചു വച്ചിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള കപട മലയാളിത്തത്തിന്റെയും മുഖത്ത് നോക്കി ആഘോഷപൂർവ്വം ചിരിച്ചുകൊണ്ടാണ് പോലീസിന്റെ ആ നിയമ നടപടിക്ക് അദ്ദേഹം കീഴടക്കുന്നത്. ഇനി കോടതിയിൽ എത്തിയാൽ അദ്ദേഹം പറയാൻ പോകുന്ന വായ്മൊഴികൾക്ക്, അതായത് കോടതിയിൽ കൊടുക്കുന്ന മൊഴികൾക്ക് ഓരോന്നിനും കോടിക്കണക്കിന് രൂപയുടെ വില വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം കോടതിയിൽ പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ കേരള ചരിത്രത്തിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ആക്ഷേപഹാസ്യമായിരിക്കുകയും ചെയ്യും.
നിയമം അറിയാവുന്ന ഒരു വക്കീൽ എന്നുള്ള നിലയിലും സുപ്രീം കോടതി വരെ നിരന്തരം കേസ് നടത്തിയ പരിചയത്തിന്റെ അടിസ്ഥാനത്തിലും സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ശൈലിയെ ആരാധിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലും ഏതായാലും ഹനുമാനെ പിടിച്ച് വാലിൽ തുണി ചുറ്റി തീ കത്തിച്ചവർക്ക് എന്താണോ അനുഭവം ഉണ്ടായത് ആ അനുഭവമായിരിക്കും വരാൻ പോകുന്നത്. ഇപ്പോൾ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ഹനുമാനെ പിടിച്ചുകൊണ്ടുപോയി രാവണൻ കെട്ടിയിട്ട് വാലിൽ തുണി ചുറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനി തീ കൊളുത്തിക്കഴിഞ്ഞ് ടി ജി മോഹൻദാസിന്റെ ഒരു പുനരവതാരമുണ്ട്. ആ ലങ്കാദഹനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ജന്തർ മന്ദിറിൽ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ടി ജിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതേ വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുമ്പോൾ തന്നെയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ ആളുകളെ ഇതേ കേരളത്തിലുള്ള മറ്റു പലരും അധിക്ഷേപിച്ചത്, അതിഭീകരമായ രീതിയിൽ അധിക്ഷേപിച്ചത്. അതൊക്കെ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഏറ്റവും ഒടുവിൽ ടി ജി എന്നതിനുള്ള ഉത്തരമാണ് കേരളത്തിലും ഇന്ത്യയിലും ഇന്ന് നിലനിൽക്കുന്ന കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു വിമുഖത, വിരുദ്ധത, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അജണ്ട എന്ന് കൂടി നമുക്ക് പറയാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ ടി ജി മോഹൻദാസ് പറയാൻ പോകുന്ന ചില ന്യായങ്ങൾ, ഈ സംഭവങ്ങൾ എല്ലാം ഒടുവിൽ സോഷ്യൽ മീഡിയകളിൽ അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ, അതിനായി കേരളം കൂടി കാതോർക്കുകയാണ്. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.